ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ്. കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമ്മുടെ വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കണേ. ഓക്കെ, 1050/2024 കോഡ് നമ്പറുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. 91th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 91ാമത്തെ. ദ ക്വാറം ഫോർ ദ മീറ്റിംഗ് ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ സ്പെസിഫൈഡ് ഇൻ. ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഓപ്ഷൻ എ പറയുന്നത് റൂൾ 142, ഓപ്ഷൻ ബി റൂൾ 143, ഓപ്ഷൻ സി പറയുന്നത് സെക്ഷൻ 88, ഓപ്ഷൻ ഡി പറയുന്നത് സെക്ഷൻ 88A ആണ്. അപ്പോൾ ഈ രണ്ട് റൂളുകളും 2 സെക്ഷനുമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ചോദ്യം എന്താണ്? CCU അതായത് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ക്വാറവുമായി മീറ്റിങ്ങിൻ്റെ ക്വാറത്തെ കുറിച്ചിട്ടുള്ള സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് എന്തിലാണ് എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നും വ്യക്തമായി അറിഞ്ഞാൽ മാത്രമല്ലേ ഏതിലാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. റൂൾ 142 എന്ന് പറയുന്നത് മീറ്റിംഗ്സ് ഓഫ് ദ CCU ആണ് കേട്ടോ. റൂൾ 142 എന്താ പറയണത്? മീറ്റിംഗ്സ് ഓഫ് ദ CCU. അപ്പോൾ ഏതായിരിക്കും ഉത്തരമായിട്ട് വരിക? റൂൾ 142 തന്നെയാണ് ഉത്തരമായിട്ട് വരിക. കാരണം CCUവിൻ്റെ മീറ്റിംഗ്സിൽ ഉള്ള കാര്യമാണല്ലോ കോറം. കോറം എന്ന് വെച്ചാൽ എന്താണ്? മീറ്റിംഗ് കൂടാനുള്ള കുറഞ്ഞ ആ ഒരു ആൾക്കാരുടെ ഇത്ര ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ, കോറം തികഞ്ഞാൽ മാത്രമേ ആ മീറ്റിംഗ് കൂടാൻ കഴിയൂ എന്നുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് തന്നെയാണ് ഈ 142 റൂളിൽ പറയുന്നത്. അപ്പോൾ റൂൾ 142 എന്താണ്? മീറ്റിംഗ്സ് ഓഫ് ദ CCU ആണ്. അത് തന്നെയാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. റൂൾ 142 മീറ്റിംഗ്സ് ഓഫ് ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. അപ്പോൾ ഈ 142 റൂളിൽ എന്തെല്ലാം പോയിന്റുകളാണുള്ളത് നമുക്കൊന്ന് നോക്കിയിട്ട് പോവാം. മെമ്പേഴ്സ് ഓഫ് ദ CCU ഷോൾ മീറ്റ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എവറി മന്ത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. എങ്ങനെ? മെമ്പേഴ്സ് ഓഫ് ദ CCU ഷോൾ മീറ്റ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എവറി മന്ത്. എവറി മന്തിൽ വൺസ് എങ്കിലും എന്ത് ചെയ്യണം? മീറ്റിംഗ് കൂടണം എന്നാണ് പറയണത്. മീറ്റിംഗ് കൂടിയാൽ മാത്രം മതിയോ? സെക്രട്ടറിയാണ് നോട്ടീസസ് ഒക്കെ ഈ കൺവീൻ ചെയ്യാൻ, ഓരോ മീറ്റിങ്ങും കൺവീൻ ചെയ്യാൻ സെക്രട്ടറി എന്ത് ചെയ്യണം? നോട്ടീസ് വെച്ചിട്ട് ആൾക്കാരെയൊക്കെ വിളിച്ചറിയിക്കണം. ഓക്കെ, അതിന് അറ്റ്ലീസ്റ്റ് 3 days നോട്ടീസ് കൊടുക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. എത്ര ദിവസത്തെ? 3 days നോട്ടീസ് കൊടുക്കണം. ഷാൾ ബി ഗിവൺ ഫോർ കൺവീനിങ് എ മീറ്റിംഗ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ യൂണിയൻ. എങ്ങനെയാണ് പറയണത്? 2 പോയിന്റ് കിട്ടിയിട്ടുണ്ടാവും. മീറ്റിംഗ്സ് ഓഫ് ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഷാൾ മീറ്റ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എവറി മന്ത് എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് സെക്രട്ടറി ഷാൾ ഇഷ്യൂ നോട്ടീസസ് കൺവീനിങ് ദ മീറ്റിംഗ്സ് അറ്റ്ലീസ്റ്റ് 3 days നോട്ടീസ് ഷാൾ ബി ഗിവൺ ഫോർ കൺവീനിങ് എ മീറ്റിംഗ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ യൂണിയൻ. ഓക്കെ, പിന്നെ കോറത്തെ കുറിച്ച് പറയുന്നുണ്ട്. കോറം എത്രയാണ്? 8 members ആണ് കേട്ടോ കോറത്തിൽ വേണ്ടത്. എത്രയാണ് വേണ്ടത്? 8 members ആണ് ക്വാറം ഫോർ എ മീറ്റിംഗ് എന്ന് പറയുന്നത്. ശരിക്കും CCUവിൽ ടോട്ടൽ എത്ര മെമ്പേഴ്സാണ് വേണ്ടത്? 14 members ആണ് വേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ 8 പേരെങ്കിലും വേണം. ജസ്റ്റ് അബവ് 50% എന്നല്ലേ പറയുക. അപ്പോൾ 8 പേരുണ്ടെങ്കിലാണ് ക്വാറം തികഞ്ഞു എന്ന് പറയുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. 8 members ഷോൾ ഫോം ദ ക്വാറം ഫോർ എ മീറ്റിംഗ് എന്നാണ് പറയണത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ചെയർമാൻ ഇല്ല എന്ന് വിചാരിക്കുക. ചെയർമാൻ ഇല്ലെങ്കിൽ ആരാണ് യോഗം കൂടുക? ചെയർമാൻ ഇല്ലെങ്കിൽ, ചെയർമാൻ്റെ ആബ്സെൻസ് ഉണ്ടെങ്കിൽ മറ്റൊരു എലക്റ്റഡ് മെമ്പേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റും? പ്രിസൈഡ് ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കാൻ കഴിയും കേട്ടോ. മറ്റൊരു മെമ്പറിനെ തിരഞ്ഞെടുത്ത ശേഷം എന്ത് ചെയ്യാം? അയാൾക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ അയാൾക്ക് തീരുമാനങ്ങൾ എടുക്കുമ്പം ക്വസ്റ്റ്യൻസൊക്കെ റൈസ് ചെയ്യും. ഓരോ തീരുമാനങ്ങളിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള സമയം വരും. ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത് മെജോറിറ്റി ഓഫ് വോട്ട്സ് നോക്കിയിട്ടാണ്. കാരണം എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായങ്ങൾ ആരാണ്, എത്ര പേരാണ് അനുകൂലിക്കണത് എന്ന് വോട്ടിംഗ് നടത്തിയിട്ടാണ് മിക്ക തീരുമാനങ്ങളും എടുക്കുക. അപ്പോൾ ഈ വോട്ടിങ്ങിൻ്റെ സമയത്ത് ഇക്വാളിറ്റി ഓഫ് വോട്ട്സ് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ഈ ചെയർമാന്, അതായത് അല്ലെങ്കിൽ പ്രിസൈഡ് ചെയ്യുന്ന ആൾക്ക് തീരുമാനിക്കാം. അയാൾക്കൊരു കാസ്റ്റിംഗ് വോട്ട് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. അയാൾക്ക് എന്തുണ്ടാവും? ഒരു കാസ്റ്റിംഗ് വോട്ട് ഉണ്ടാവും. അതിനനുസരിച്ച് അയാൾക്ക് തീരുമാനങ്ങൾ എടുക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഓൾ ദ ഡിസിഷൻസ് ഓഫ് ദ യൂണിയൻ ഷാൾ ബി റെക്കോർഡഡ് ഇൻ മിനിറ്റ്സ് ബുക്ക്. മിനിറ്റ്സ് ബുക്കിൽ എല്ലാ ഡിസിഷൻസും രേഖപ്പെടുത്തണം എന്ന് മാത്രമല്ല, എല്ലാവരും മീറ്റിങ്ങിന് പ്രസൻറ്റ് ചെയ്ത എല്ലാവരും ഒപ്പിടുകയും വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. മീറ്റിങ്ങിന് പ്രസൻറ്റ് ചെയ്ത എല്ലാവരും ഒപ്പിടണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 142 പറയുന്നത്. അത്യാവശ്യം പോയിന്റുകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. മീറ്റിംഗ്സ് ഓഫ് ദ CCU അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ മന്ത് കൂടണം എന്ന് പറഞ്ഞു. പിന്നെ സെക്രട്ടറി നോട്ടീസ് ഇഷ്യൂ ചെയ്യണം മീറ്റിംഗ് കൺവീൻ ചെയ്യാൻ വേണ്ടി. അതും അറ്റ്ലീസ്റ്റ് 3 days കുറയാത്ത നോട്ടീസ് പീരീഡ് കൊടുത്തിട്ട് വേണം കൂടാൻ എന്ന് പറഞ്ഞു. 8 members ആണ് ക്വാറം എന്ന് പറഞ്ഞു. പിന്നെ ചെയർമാനാണ്
അധ്യക്ഷത വഹിക്കുക. ഇനിയിപ്പോൾ അഥവാ ചെയർമാൻ്റെ ആബ്സെൻസ് ഉണ്ടെങ്കിൽ ഒരാളെ പ്രിസൈഡ് ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കാം. അദ്ദേഹത്തിനും ഈ ഇക്വാലിറ്റി വോട്ട്സ് വന്നു കഴിഞ്ഞാൽ കാസ്റ്റിംഗ് വോട്ട് ചെയ്യാനുള്ള എടുക്കാനുള്ള തീരുമാനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെക്കണം. ചെറിയ ചെറിയ പോയിന്റുകളാണെങ്കിലും നല്ല പോയിന്റുകളാണ്. ഓക്കെ. അതുപോലെ തന്നെ മിനിറ്റ്സ് ബുക്കിൽ എല്ലാ തീരുമാനങ്ങളും രേഖപ്പെടുത്തണം. രേഖപ്പെടുത്തിയാൽ മാത്രം പോരാ, അറ്റൻഡ് ചെയ്ത് പ്രസൻറ്റ് ചെയ്ത എല്ലാവരും ഒപ്പിടും കൂടി വേണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റൂൾ 142 പറയുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരവും റൂൾ 142 തന്നെയാണ്. എന്നാലും ബാക്കി ഓപ്ഷൻസൊക്കെ ജസ്റ്റ് നമുക്ക് നോക്കിയിട്ട് പോവാം. റൂൾ 143 എന്താണ് പറയണത്? റൂൾ 143 പറയുന്നത് ടെർമിനേഷൻ ഓഫ് മെമ്പർഷിപ്പ് ആണ് കേട്ടോ. എന്താണ്? യൂണിയനുമായി ബന്ധപ്പെട്ട തന്നെയാണ് ടെർമിനേഷൻ ഓഫ് മെമ്പർഷിപ്പ്. യൂണിയനിലെ മെമ്പർഷിപ്പ് ടെർമിനേറ്റ് ചെയ്യപ്പെടാം. ഏത് സമയത്താണ് ടെർമിനേറ്റ് ചെയ്യപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കോൺസിക്യൂട്ടീവ് മീറ്റിംഗ്സ് അയാൾ പങ്കെടുത്തില്ല എന്ന് വിചാരിക്കാം. തുടർച്ചയായിട്ടുള്ള 3 മീറ്റിംഗ്സിൽ വിത്തൗട്ട് പെർമിഷൻ, ഒരു അറിയിപ്പൊന്നുമില്ല, അയാൾ പങ്കെടുത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിയനിൽ നിന്ന് എന്ത് ചെയ്യാം? അയാൾ ഒഴിവാക്കപ്പെടാൻ സാധ്യതയുണ്ട്, ടെർമിനേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ടെർമിനേറ്റ് ചെയ്താൽ അയാൾ സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ എന്തെങ്കിലും കൊടുക്കുകയാണ് യൂണിയന്, ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ വരാതിരുന്നത് എന്ന് അയാൾ പറയുകയാണെങ്കിൽ എന്തുണ്ട്? അയാൾ തിരിച്ചെടുക്കാനുള്ള ഒരു സിസ്റ്റവും കൂടി ആർക്കുണ്ട്? CCUനുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. 3 കോൺസിക്യൂട്ടീവ് മീറ്റിംഗ്സ് വിത്തൗട്ട് പെർമിഷൻ വരാതിരുന്നാലാണ് അദ്ദേഹം എന്താക്കപ്പെടുക? ടെർമിനേറ്റ് ചെയ്യപ്പെടുക മെമ്പർഷിപ്പിൽ നിന്നും. അത് പ്രത്യേകം ഓർത്തിരിക്കുക. പിന്നെ അതുപോലെ തന്നെ എംപ്ലോയി ആണെന്ന് കരുതുക. അപ്പോൾ ഒരു എംപ്ലോയി എലക്ട് ചെയ്തിട്ട് വേറെ വല്ല സൊസൈറ്റിയിലേക്കും പോയി എന്ന് വിചാരിക്കാം. പക്ഷേ അദ്ദേഹം ഒരു ഫുൾ ടൈം പെയ്ഡ് എംപ്ലോയി ആണെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എലക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ. ഒരു പാർട്ട് ടൈം എംപ്ലോയിക്കോ അല്ലെങ്കിൽ അവിടെ സ്ഥിരമല്ലാത്ത ഒരു ജീവനക്കാരനോ ഒരിക്കലും അങ്ങനെ എലക്ട് ചെയ്ത് പോകാൻ പറ്റില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ഫുൾ ടൈം പെയ്ഡ് എംപ്ലോയി ആണെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എലിജിബിൾ ടു എലക്റ്റ് ആയിട്ട് തുടരാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ അടുത്തത് പറയുന്നത് സെക്ഷൻ 88 ആണ് കേട്ടോ. സെക്ഷൻ 88 എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് CCU ആണ്. സെക്ഷൻ 88 എന്താണ്? CCUനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. പിന്നെ 88A എന്താ പറയണത്? അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഫീസർ ഓൺ ഡീഫാൾട്ട് ഓർ നെഗ്ലിജൻസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് എ CCU. അതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. 88A എപ്പോഴാണ് നെഗ്ലിജൻറ്റ് കാരണം CCUലെ മെമ്പേഴ്സിനെ എപ്പോഴാണ് നെഗ്ലിജൻസ് കാരണം, ഡീഫോൾട്ട് വരുത്തുന്നത് കാരണം ഒരു ഓഫീസറിനെ അപ്പോയിൻ്റ് ചെയ്യും. അത് ഏത് ഓഫീസറിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കേട്ടിട്ട് പോവാം കേട്ടോ. നിങ്ങളെല്ലാം, അതായത് റൂൾ 142 എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിലെ കണ്ടൻറ്റ് റൂൾ 143 എന്ന് പറഞ്ഞിട്ട് അതിലെ കണ്ടൻറ്റ് എഴുതി വെക്കണം കേട്ടോ. നിങ്ങൾ കേട്ടിട്ട് അത് വെറുതെ പോവരുത്. ഒന്ന് നിങ്ങൾക്ക് പറ്റണ മലയാളം ഭാഷയിലോ ഇംഗ്ലീഷ് ഭാഷയിലോ ഒന്ന് കുറിച്ച് വെച്ചോളൂ. സെക്ഷൻ 88 പറയാം കേട്ടോ. സെക്ഷൻ 88 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് CCU ആണ്. സെക്ഷൻ 88 എന്താണ്? പ്രധാനപ്പെട്ടതാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് CCU ആണ്. സെക്ഷൻ 88ത്തെ പോയിന്റുകൾ ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞിട്ട് പോകാം കേട്ടോ. അതായത് CCUനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആരാണ്? CCUനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് നമ്മളെ ഗവൺമെൻറ് ആണല്ലോ. അതിൻ്റെ പ്രവർത്തന പരിധി താലൂക്കാണ്. CCUവിൻ്റെ പ്രവർത്തന പരിധി എവിടെയാണ്? താലൂക്കാണ്. അപ്പോൾ ഈ CCUവിൽ നമ്മൾ പറഞ്ഞു ടോട്ടൽ 14 മെമ്പേഴ്സാണ് ഉള്ളതെന്ന് പറഞ്ഞു. എങ്ങനെയാണ്? ടോട്ടൽ 14 മെമ്പേഴ്സാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഇപ്പോൾ 13 മെമ്പേഴ്സ് ഉള്ളൂ കേട്ടോ. കാരണം DCBയുടെ റെപ്രസെൻറ്റേറ്റീവ് ഇല്ലാത്ത കാരണം 13 എന്നാണ് പറയണത്. DCBയുടെ റെപ്രസെൻറ്റേറ്റീവ് ഇപ്പോൾ നമ്മുടെ മെർജിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ DCBയുടെ റെപ്രസെൻറ്റേറ്റീവ് ഇല്ലാത്ത കാരണം ഇപ്പോൾ 13 എന്നാണ് പറയണത്. ഇനി മാറ്റം വന്നോ എന്ന് അറിയില്ല കേട്ടോ. ഓക്കെ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ മൊത്തം പറഞ്ഞു 14 മെമ്പേഴ്സാണ് ഉള്ളതെന്ന് പറഞ്ഞു. CCUവിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ബൈ ദ ഗവൺമെൻറ് ആണ്. താലൂക്കാണ് പ്രവർത്തന പരിധി. അപ്പോൾ ഈ ഒരു മെമ്പേഴ്സിൻ്റെ എണ്ണം നിങ്ങൾ കറക്റ്റ് കോളത്തിൽ എഴുതി വെക്കണം. 7 മെമ്പേഴ്സ് ഓഫ് ദ CCU എവിടുന്നാന്ന് വെച്ചാൽ വാരിയസ് കാറ്റഗറീസ് അഫിലിയേറ്റഡ് സൊസൈറ്റിയിൽ നിന്ന് നോമിനേറ്റ് ചെയ്ത് വരുന്നതാണ്. മൊത്തം എലക്റ്റഡ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 11 പേരാണ് കേട്ടോ. നമ്മൾ പറഞ്ഞില്ലേ 14 പേരാണ് ടോട്ടൽ മെമ്പേഴ്സ്. അതിന്ന് 11 പേരെ ഓരോ ഭാഗത്തുനിന്നും എലക്ട് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുക. എങ്ങനെ? 11 പേരെ എലക്ട് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുക. എലക്റ്റഡ് മെമ്പേഴ്സ് ഈ 11 പേരാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ അത് പ്രധാനപ്പെട്ടതാണ്. 11 പേരെ എന്ത് ചെയ്യുന്നു? എലക്ട് ചെയ്ത് കൊണ്ടുവരികയാണ്. പിന്നെ 2 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും കേട്ടോ. 2 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ട്. പിന്നെ DCBയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവും കൂടി ആകുമ്പോൾ മൊത്തം 14 ആവും. ഓക്കെ. അങ്ങനെയാണ് പൊതുവെ എടുക്കാറ്. അപ്പോൾ അതിൽ
7 മെമ്പേഴ്സ് CCU എന്ന് വാരിയസ് കാറ്റഗറീസിൽ നിന്ന് ഉള്ള അഫിലിയേറ്റഡ് സൊസൈറ്റികളിൽ നിന്നും എടുക്കുകയാണ് ചെയ്യുക. 7 മെമ്പേഴ്സ് എങ്ങനെയാണ്? വാരിയസ് കാറ്റഗറീസ് ഓഫ് അഫിലിയേറ്റഡ് സൊസൈറ്റീസിൽ നിന്നും എടുക്കും. ഈ 7-ൽ 4 PACS എന്ന് എടുക്കും കേട്ടോ. പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് നിന്ന് എടുക്കും 4 ആൾക്കാരേനെ. അവർ അഫിലിയേറ്റഡ് സൊസൈറ്റിയിൽ നിന്ന് അവർ ഓരോരുത്തരെ പറഞ്ഞയക്കുകയാണ്. പിന്നെ ഒരാൾ അതർ ദാൻ PACS എന്ന് എടുക്കും, ഒരാൾ ഡയറി ആൻഡ് ഫിഷറീസ് എന്ന് എടുക്കും, ഒരാൾ ഇൻഡസ്ട്രീസ് എന്ന് എടുക്കും. അങ്ങനെ എടുക്കുക. 4 ആളെ PACS എന്ന് എടുക്കും, ഒരാൾ അതർ ദാൻ PACS എന്ന് എടുക്കും, ഒരാൾ ഡയറി ആൻഡ് ഫിഷറീസ് എന്ന് എടുക്കും, ഒരാൾ ഇൻഡസ്ട്രീസ് എന്ന് എടുക്കും. അപ്പം 4 1 4 3 7 അത് ക്ലിയർ ആയില്ലേ? അങ്ങനെ 7 ആളെടുത്തു. പിന്നെ നമ്മൾ പറഞ്ഞു എലക്റ്റഡ് ആയിട്ടുള്ള മൊത്തം 11-ൽ ഇപ്പോൾ 7 ആയില്ലോ, പിന്നെ 4 പേരല്ലേ വേണ്ടൂ. ഈ 4 പേര് എംപ്ലോയീസിൻ്റെ പ്രതിനിധികളാണ് എടുക്കുക കേട്ടോ. എംപ്ലോയീസിൻ്റെ പ്രതിനിധികളെ മെമ്പേഴ്സ് സെലക്റ്റഡ് ബൈ ഫ്രം ദി എംപ്ലോയീസിൽ നിന്നാണ് എടുക്കുക. അതായത് PACS എന്നും ഒരാളെ എടുക്കും, അതർ ദാൻ PACS എന്നും എടുക്കും. അപ്പം അങ്ങനെ 2 പേരായി മെമ്പേഴ്സ്. എംപ്ലോയീസ് എന്ന് എലക്ട് ചെയ്ത് 2 പേര് കേട്ടോ. മെമ്പേഴ്സ് സെലക്റ്റഡ് ബൈ എംപ്ലോയീസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് 2 പേരെ വന്നു. പിന്നെ ഒരു വുമണിനെ എടുക്കും, ഒരു SC/STനെ എടുക്കും. എങ്ങനെ എടുക്കുക? ഒരു വുമണിനെ എടുക്കും, ഒരു SC/STനെ എടുക്കും. അപ്പം അവിടുത്തെ 7, പിന്നെ എംപ്ലോയീസായ 2, പിന്നെ ഒരു വുമണ് 3, പിന്നെ SC/ST ആയി. അപ്പം മൊത്തം 11 ആയി. 7 8 9 10 11 10 വുമൺ 11 SC/ST. അങ്ങനെ 11 ആളായിട്ടോ എലക്റ്റഡിൽ. പിന്നെ 2 എക്സ് ഒഫീഷ്യോ ആൾക്കാരുണ്ട്. ആരൊക്കെയാണ്? അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ജനറൽ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ എക്സ് ഒഫീഷ്യോ മെമ്പറാണ്, പിന്നെ അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവരും എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സാണ്. അപ്പോൾ അത് 2 പേര് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സായി. ഒരാളെ DCB എന്ന് റെപ്രസെൻറ്റേറ്റ് ചെയ്യും. അങ്ങനെ 14 പേര് മൊത്തം ആവും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഘടന കിടക്കുന്നത്. ഈ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ARഉം ADയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അവർ ഈ ആരാണ് സെക്രട്ടറി എന്നറിയോ? CCൻ്റെ സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ AR ജനറലാണ് കേട്ടോ, അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ജനറലാണ്. അതായത് ഇപ്പോൾ ഒരു താലൂക്കിലാണല്ലോ CC പ്രവർത്തിക്കുന്നത്, താലൂക്കാണല്ലോ പ്രവർത്തന പരിധി. അപ്പോൾ ആ താലൂക്കിൽ ഒരു AR ഉണ്ടാവുമല്ലോ, ഒരു അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ജനറൽ ഉണ്ടാവുമല്ലോ. അദ്ദേഹം തന്നെയാണ് ഈ CCUൻ്റെ സെക്രട്ടറി ആയിട്ട് ചുമതല വഹിക്കുക. അപ്പോൾ ആരാണ്? ആ താലൂക്കിലുള്ള AR ആയിരിക്കും ആ താലൂക്കിലെ CCUൻ്റെ സെക്രട്ടറി എന്ന് പറയണത്. അപ്പോൾ CCUൻ്റെ ഓഫീസ് ആരുടെ ഓഫീസായിരിക്കും? ARൻ്റെ ഓഫീസാണ് CCUൻ്റെ ഓഫീസ്. CCUന് വേറൊരു ഓഫീസൊന്നുമില്ല. അതായത് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ജനറലിൻ്റെ ഓഫീസ് തന്നെയാണ് ആരുടെ ഓഫീസ്? CCUൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ എലക്റ്റഡ് മെമ്പേഴ്സിൻ്റെ കാലാവധി 5 വർഷമാണ്. ഇതൊരു നോൺ ഒഫീഷ്യൽ ബോഡി ആയിട്ടാണ് അറിയപ്പെടുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ, അതായത് CCU എന്ന് പറഞ്ഞാൽ ഒരു നോൺ ഒഫീഷ്യൽ ബോഡി ആയിട്ടാണ് അറിയപ്പെടുന്നത്. എലക്റ്റഡ് മെമ്പേഴ്സിൻ്റെ കാലാവധി എന്താണ്? 5 വർഷമാണ് കേട്ടോ. അപ്പോൾ സാധാരണ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവാറില്ല. പക്ഷേ CCUവിലെ ഈ ചെയർമാനെ തിരഞ്ഞെടുക്കാനൊക്കെ ഇവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവർ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ മന്ത് കൂടണം, CCU ജനറൽ ബോഡി കൂടണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏകദേശം പോയിന്റുകളൊക്കെ CCUമായി ബന്ധപ്പെട്ടിട്ട് ഒരു രൂപരേഖയായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ 88 ഇത്രയാണ് 88-ൽ പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് 88A വരികയാണെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ, നെഗ്ലിജൻസോ ഡീഫോൾട്ടോ വരുത്തി കഴിഞ്ഞാൽ CCUവിലെ മെമ്പേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. അത് 88A പറയുന്നത്. അങ്ങനെ നെഗ്ലിജൻസ് വരുത്തുകയാണ് CCUവിലെ മെമ്പേഴ്സ് എന്ന് തോന്നുകയാണെങ്കിൽ, അതായത് രജിസ്ട്രാർക്ക് സാറ്റിസ്ഫൈ ആയിട്ട് തോന്നുകയാണ് മെമ്പേഴ്സ് ഓഫ് ദ CCU ഡീഫാൾട്ട് ഓർ നെഗ്ലിജൻറ്റ് ഇൻ ദ പെർഫോമൻസ് ഓഫ് ദ ഡ്യൂട്ടീസ് ഇമ്പോസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുത്തുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ, ആക്ട് ആൻഡ് റൂൾസിനെതിരെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യും? ഒരു ഓഫീസറെ വെക്കും കേട്ടോ. ആ ഓഫീസറുടെ അപ്പോയിൻമെൻറ്റ് ആൻ ഓഫീസർ ഓഫ് ദ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ആൻ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ടു മാനേജ് ദ അഫയേഴ്സ് ഓഫ് ദ യൂണിയൻ. ഈ യൂണിയൻ്റെ അഫയേഴ്സൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിൽ കുറയാത്ത, അസിസ്റ്റൻറ്റ് രജിസ്ട്രാറിൽ കുറയാത്ത ഒരു സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥനെ നിയമിക്കും. അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ്റെ കാറ്റഗറി ഇമ്പോർട്ടൻ്റ് ആണ്. അസിസ്റ്റൻറ്റ് രജിസ്ട്രാറിൽ കുറയാത്തതാണ് കേട്ടോ. ഇതിൻ്റെ പീരിയഡ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നോട്ട് എക്സീഡിങ് 6 months എന്നാണ് പറയുന്നത് കേട്ടോ. 6 മാസത്തിൽ കുറയാത്ത, 6 മാസത്തേക്കാണ് ശരിക്കും ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യുക. പക്ഷേ ഇപ്പോൾ അവർ റീസൺസ് എന്തെങ്കിലും പറയുകയാണ്, അവർക്ക് തുടർന്ന് യൂണിയനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കുറച്ച് സമയം വേണമെങ്കിൽ ആ സമയം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. അനദർ 6 months കൂടി. മാക്സിമം 1 വർഷം മതി, 1 വർഷത്തിൽ കൂടാൻ പാടില്ല എന്നാണ് പറയണത്. RCS തന്നെയാണ് അവരെ നിയമിക്കുക, പിന്നെ രണ്ടാമതും നിയമിക്കുക. റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണ വരെ അവർ ആ ഒരു ഉദ്യോഗസ്ഥൻ്റെ കീഴിലായിരിക്കും, കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുടെ കീഴിലായിരിക്കും യൂണിയൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ
കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. 2 സെക്ഷനും 2 റൂളും അല്ലേ, അത് 4 നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു. റൂൾ 142, റൂൾ 143, സെക്ഷൻ 88, സെക്ഷൻ 88A ഇത്രയും നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞ പോലെ തന്നെ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 92ാമത്തെ ചോദ്യം. If the registrar is of the opinion that final winding up of a cooperative society is not possible due to distraction of records, he shall cancel the registration certificate as per section. അതായത് ഫൈനൽ വൈൻഡിങ് അപ്പിനെ കുറിച്ചിട്ട് തന്നെയാണ് പറഞ്ഞത്. നമ്മുടെ ലിക്വിഡേറ്റർ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുമല്ലോ ഒരു സൊസൈറ്റി. അപ്പോൾ അത് അങ്ങനെ രജിസ്ട്രേഷൻ ക്യാൻസലാക്കും അല്ലേ. ഫൈനലായിട്ടുള്ള വൈൻഡപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആര് ക്യാൻസലാക്കും? രജിസ്ട്രാർ ക്യാൻസലാക്കും. അത് ഏത് സെക്ഷനിലാണ് പറയണത് എന്നാണ് ചോദ്യം കേട്ടോ. അപ്പോൾ ഓപ്ഷൻസ് ജസ്റ്റ് നോക്കാം. ഓപ്ഷൻ എ 15 പറയണത്, പിന്നെ ഓപ്ഷൻ ബി പറയണത് 74, ഓപ്ഷൻ സി പറയണത് 74A ആണ്, ഓപ്ഷൻ ഡി പറയണത് 74H. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനായ 15 എന്തുമായി ബന്ധപ്പെട്ടതാണ്? 15ഉം ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് സൊസൈറ്റീസ് ഇൻ സർട്ടൻ കേസസ് എന്നാണ്. സെക്ഷൻ 15 എന്താണ്? ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് സൊസൈറ്റീസ് ഇൻ സർട്ടൻ കേസസ്. അത് ഏത് സമയത്തെ ക്യാൻസലേഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൊസൈറ്റികൾ തമ്മിൽ ഒന്നാവുക അങ്ങനെ ഉണ്ടല്ലോ, അമാൾഗമേഷൻ ഡിവിഷനൊക്കെ നടത്തില്ലേ. അങ്ങനെ അമാൾഗമേറ്റ് ചെയ്യുമ്പം ഒരു സൊസൈറ്റി ഇല്ലാതാവുകയും പുതിയ സൊസൈറ്റി രൂപം കൊള്ളുകയും ചെയ്യും അല്ലേ. അപ്പം അങ്ങനെ അമാൾഗമേഷനും ഡിവിഷനും ഒക്കെ നടത്തുമ്പോൾ അങ്ങനെ ക്യാൻസൽ ചെയ്യുന്ന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ക്യാൻസലേഷനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 15 പറയണത് കേട്ടോ. അല്ലാതെ ഈ ലിക്വിഡേറ്ററിനെ വെച്ചിട്ട് ഉള്ള ക്യാൻസലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 15 അല്ല. 15 ഏതാണ്? അമാൾഗമേഷനും ഡിവിഷനൊക്കെ സംഭവിക്കുമ്പോൾ അതർ കേസസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആ കേസസിൽ സംഭവിക്കുമ്പോൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസലാവുന്ന കേസാണ് സെക്ഷൻ 15 പറയണത്. ഇനി അടുത്ത ഓപ്ഷനിലേക്ക് വരുമ്പോൾ സെക്ഷൻ 74 പറഞ്ഞിട്ടുള്ളത്. സെക്ഷൻ 74 ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സൊസൈറ്റി. അതായത് ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് അവസാനം രജിസ്ട്രാർ എന്ത് ചെയ്യുന്നു? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് സെക്ഷൻ 74. ഓപ്ഷൻ ബി സെക്ഷൻ 74 ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഈ 74 എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗം, അതായത് 71 വൈൻഡിങ് അപ്പ് ഓഫ് സൊസൈറ്റിയാണ്. വൈൻഡിങ് അപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് സെക്ഷൻ 71 തൊട്ടിട്ട് സെക്ഷൻ 74 വരെയാണ് കേട്ടോ. എങ്ങനെയാണ്? ചാപ്റ്റർ 10 പറയണത്. വൈൻഡിങ് അപ്പ് ആൻഡ് ഡിസൊല്യൂഷനെ കുറിച്ച് പറയണത് സെക്ഷൻ 71 മുതൽ സെക്ഷൻ 74 വരെയാണ്. സെക്ഷൻ 71 വൈൻഡിങ് അപ്പാണ്, വൈൻഡിങ് അപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. സെക്ഷൻ 72 ലിക്വിഡേറ്റർ ആണ്. സെക്ഷൻ 73 എന്താണ്? പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ ആണ് കേട്ടോ. 73 പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ. 74 ഇപ്പോൾ പറഞ്ഞ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് സൊസൈറ്റിയാണ്. പിന്നെ തുടർന്ന് വരുന്ന ഓപ്ഷനിൽ 74A എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 74A എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷ്യൂർഡ് കോപ്പറേറ്റീവ് ബാങ്കാണ്. 74A ഇൻഷ്യൂർഡ് കോപ്പറേറ്റീവ് ബാങ്കാണ്. പിന്നെ 74H പറഞ്ഞിട്ടുണ്ട്. 74H എന്താ വെച്ചാൽ അമാൾഗമേറ്റ് ചെയ്തില്ലേ നമ്മുടെ DCBനെ, അതായത് DCBയും അതുപോലെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും തമ്മിൽ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. 74H അതിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് വിവരിക്കുന്നതാണ് കേട്ടോ. 74H അമാൾഗമേഷൻ ഓഫ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് ടു ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 10C എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. ആ 10Cയിൽ ഉള്ള സംഭവമാണ് 74H കേട്ടോ. അപ്പോൾ ഇവിടെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. 74 ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. 93ാമത്തെ ചോദ്യം. ഡാഷ് ഷാൾ നോട്ട് ബി എ ഫങ്ഷൻ ഓഫ് മാനേജിംഗ് കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓപ്ഷൻസ്: ഓപ്ഷൻ എ അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ്, ഓപ്ഷൻ ബി അപ്രൂവൽ ഓഫ് ബജറ്റ്, ഓപ്ഷൻ സി അപ്പോയിൻമെൻറ്റ് ഓഫ് എംപ്ലോയീസ്, ഓപ്ഷൻ ഡി റിമൂവൽ ഓഫ് എ മെമ്പർ. അപ്പോൾ ഏതാണ് മാനേജിംഗ് കമ്മിറ്റിയുടെ ഫങ്ഷനിൽ ഉൾപ്പെടാത്തത് എന്നാണ്. അപ്പോൾ മാനേജിംഗ് കമ്മിറ്റിയുടെ ഫംഗ്ഷനിൽ ഉൾപ്പെടാത്തത് ബജറ്റ് അപ്രൂവൽ ചെയ്യലാണ്. ബാക്കിയെല്ലാം, അതായത് മെമ്പേഴ്സിനെ അഡ്മിറ്റ് ചെയ്യുന്നതും എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും മെമ്പറിനെ റിമൂവ് ചെയ്യുന്നതും എല്ലാം മാനേജിംഗ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം ഫംഗ്ഷനിൽ പെടുന്നതാണ്.
All the employees of a cooperative society are appointed by the managing committee. The term of managing committee is 5 years ആണ് ഫ്രം ദ ഡേറ്റ് ഓഫ് എലക്ഷൻ തൊട്ടിട്ട് 5 വർഷമാണ് കാലാവധി. മാനേജിംഗ് കമ്മിറ്റി ഈസ് ദ അതോറിറ്റി ലയബിൾ ടു ടേക്ക് ഡിസിഷൻ ടു കണ്ടക്ട് എലക്ഷൻ ഓഫ് എ സൊസൈറ്റി. എലക്ഷൻ നടത്തേണ്ട ഉത്തരവാദിത്വം മാനേജിംഗ് കമ്മിറ്റിയുടെ തന്നെയാണ്. ഡിസിപ്ലിനറി ആക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റാഫിനെതിരെയുള്ള ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കേണ്ടതും മാനേജിംഗ് കമ്മിറ്റിയുടെ പവേഴ്സ് തന്നെയാണ്. മാനേജിംഗ് കമ്മിറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 28 സെക്ഷൻ 28 മാനേജിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പറയുന്നത്. മാനേജിംഗ് കമ്മിറ്റി is the authority liable to take a decision to conduct election of the society. ടേം നമ്മൾ പറഞ്ഞു 5 വർഷമാണെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഓൾ ദ എംപ്ലോയീസിനെ എല്ലാം അപ്പോയിൻറ്റ് ചെയ്യുന്നത് മാനേജിംഗ് കമ്മിറ്റിയാണ്. മാനേജിംഗ് കമ്മിറ്റിയുടെ കോറം ജസ്റ്റ് അബവ് 50% ആണ്. അത് പറയുന്ന സെക്ഷൻ 28 സബ്സെക്ഷൻ 5 ആണ്. 28-ൽ 5 മാനേജിംഗ് കമ്മിറ്റിയുടെ ക്വാറവുമായി ബന്ധപ്പെട്ട റെസ്ട്രിക്ഷൻ പറയുന്നത്. ദ റിമൂവൽ ഓഫ് മാനേജിംഗ് കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ബൈ രജിസ്ട്രാർ ഈസ് കാൾഡ് സൂപ്പർ സെഷൻ എന്ന് വിളിക്കുന്നു. അതായത് മാനേജിംഗ് കമ്മിറ്റിയിലെ ആളുകൾ, അതായത് മാനേജിംഗ് കമ്മിറ്റി അതിനെ റിമൂവ് ചെയ്യുന്ന രജിസ്ട്രാർ റിമൂവ് ചെയ്യുന്നതാണ് സൂപ്പർ സെഷൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. അത് ആസ് പെർ സെക്ഷൻ 32 ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ്. മിനിമം നമ്പർ ആൻഡ് മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി സൊസൈറ്റിയിൽ 7 7 ആൻഡ് 15 കേട്ടോ. മിനിമം മാക്സിമം 7 ആൻഡ് 15 മാക്സിമം നമ്പർ ഓഫ് കമ്മിറ്റി മെമ്പേഴ്സ് ഇൻ ആൻ അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി ചോദിക്കുകയാണെങ്കിൽ 21 മാക്സിമം നമ്പർ ഓഫ് കമ്മിറ്റി മെമ്പേഴ്സ് ഇൻ ആൻ അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി ഈസ് 21. ദ അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ് ആൻഡ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ഓഫ് എ സൊസൈറ്റി ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജിംഗ് കമ്മിറ്റി. അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സും അവർക്ക് ഷെയർസ് അലോട്ട് ചെയ്യുന്നത് മാനേജിംഗ് കമ്മിറ്റിയുടെ കടമയാണ്. ദ മെമ്പർഷിപ്പ് members is given by managing committee after proper scrutiny ചെയ്തതിന് ശേഷം മാത്രമേ ന്യൂ മെമ്പേഴ്സിന് മാനേജിംഗ് കമ്മിറ്റി കൊടുക്കുകയുള്ളൂ, മെമ്പർഷിപ്പ് കൊടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഡിസിപ്ലിനറി ആക്ഷൻ സ്റ്റാഫിനെതിരെ എടുക്കുന്നത് മാനേജിംഗ് കമ്മിറ്റിയുടെ കടമയാണെന്ന് പറഞ്ഞു. പ്രോപ്പർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് സർപ്ലസ് ഫണ്ടും ആരുടെ ഡ്യൂട്ടിയാണ്? മാനേജിംഗ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്. പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് നടക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മാനേജിംഗ് കമ്മിറ്റി ഈസ് റെസ്പോൺസിബിൾ ഫോർ അപ്പോയിൻറ്റിംഗ് ഇൻറ്റേർണൽ ഓഡിറ്റർ. R&D സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ സൊസൈറ്റി ഷോൾ ബി വെരിഫൈഡ് ബൈ ദ മാനേജിംഗ് കമ്മിറ്റി എവറി മന്ത്. R&D സൂക്ഷ്മമായി പരിശോധിക്കണം, വെരിഫൈ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. മാനേജിംഗ് കമ്മിറ്റി ഷോൾ മോണിറ്റർ ദ പ്രോംപ്റ്റ് റീപേയ്മെൻറ്റ് ഓഫ് ലോൺ ഗിവൺ ടു മെമ്പേഴ്സ്. മെമ്പേഴ്സിന് കൊടുത്ത ലോണ് പ്രോംപ്റ്റായിട്ട് തിരിച്ചടവ് നടക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടതും മാനേജിംഗ് കമ്മിറ്റിയുടെ ചുമതലയാണ്. അപ്പോൾ ഇത്രയൊക്കെ മാനേജിംഗ് കമ്മിറ്റിയുടെ ചുമതലകളുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 94-ാമത്തെ ചോദ്യം. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി ഷോൾ ഹാവ് ഓൾ ദ പവേഴ്സ് ഓഫ് ജനറൽ ബോഡി എക്സെപ്റ്റ്. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിക്ക് ജനറൽ ബോഡിയുടേതായ എല്ലാ പവേഴ്സും ഉണ്ട്, ഒഴികെ. ഏതെല്ലാം ഒഴികെ? ഓപ്ഷൻ എ എലക്ഷൻ ഓഫ് മാനേജിംഗ് കമ്മിറ്റി, ഓപ്ഷൻ ബി അമെൻമെൻറ്റ് ഓഫ് ബൈലോസ്, ഓപ്ഷൻ സി ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ്, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. ഇതിലേതാണ് ഉത്തരമായിട്ട് വരുന്നത്? എലക്ഷൻ ഓഫ് മാനേജിംഗ് കമ്മിറ്റിയാണ് ഉത്തരമായിട്ട് വരുന്നത്. എലക്ഷൻ ഓഫ് മാനേജിംഗ് കമ്മിറ്റി ഒഴികെയുള്ള എല്ലാ പവേഴ്സും ജനറൽ ബോഡിയുടേത് തന്നെയാണ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി. എന്താണ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി? അതിൻ്റെ സെക്ഷൻ എത്രയാണ്? റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയുടെ സെക്ഷൻ 27 സബ്സെക്ഷൻ 2 ആൻഡ് റൂൾ 34 ആണ്. സബ്സെക്ഷൻ 27 സബ്സെക്ഷൻ 2ഉം റൂൾ 34ഉമാണ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡീനെ കുറിച്ച് പറയുന്നത്. എ സ്മോൾ ജനറൽ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഔട്ട് ഓഫ് ജനറൽ ബോഡി. ജനറൽ ബോഡിയിൽ നിന്നും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു ചെറിയ ജനറൽ ബോഡിയാണ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി എന്നത് പ്രത്യേകം ഓർത്തിരിക്കുക. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ 1 താലൂക്ക് ഓർ മോർ എന്നാണ് പറയുക. 1 താലൂക്ക് ക്യാൻ ഫോം റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി. അതങ്ങനെയാണ് ഏരിയ ഓഫ് ഓപ്പറേഷൻ പറയുന്നത്. 1 താലൂക്ക്. എ സൊസൈറ്റി വിത്ത് ഏരിയ ഓഫ് ഓപ്പറേഷൻ 1 മോർ താലൂക്ക് ക്യാൻ ഫോം എ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി എന്നാണ് പറയുന്നത്. ഇഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ലെസ് ദാൻ 1000, അതായത് 1000-ത്തിൽ കുറഞ്ഞ അംഗസംഖ്യയുള്ള ആൾക്കാർക്ക്,
ആ ജനറൽ ബോഡി കൂടാൻ പറ്റില്ല കേട്ടോ. കനോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. മോർ ദാൻ 1000 ഉള്ളവർക്ക് മാത്രം. കാരണം 1000-ൽ താഴെയാണെങ്കിൽ ഒരുപാട് മെമ്പേഴ്സ് ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സാധാരണ ജനറൽ ബോഡി വിളിച്ച് ചേർക്കാവുന്നതല്ലേ ഉള്ളൂ. ഒരുപാട് അംഗസംഖ്യ കൂടുമ്പോഴാണ് ഒരു പ്രധാന തീരുമാനം പെട്ടെന്ന് എടുക്കണമെങ്കിൽ ഈ എല്ലാ ജനറൽ ബോഡിയിലുള്ള മെമ്പേഴ്സിനെ വിളിച്ച് ചേർത്തിട്ട് യോഗം തുടങ്ങാമെന്ന് വെച്ചാൽ എളുപ്പമാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി കൂടിയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി എന്താണ്, മോർ ദാൻ 1000 ഉണ്ടെങ്കിൽ മാത്രമേ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി കൂടേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്ക് മാത്രമേ അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ മോർ ദാൻ 1000 ഉള്ളവർക്ക് മാത്രമേ എന്തുള്ളൂ, റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി കൂടാൻ കഴിയുള്ളൂ കേട്ടോ. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി മിനിമം 50 മാക്സിമം 500 പറയുന്നത് കേട്ടോ. മിനിമം 50 മാക്സിമം 500 പറയണത്. ഓക്കെ, ഇനി അതിന് 2 കാര്യങ്ങൾ, ജനറൽ ബോഡിക്ക് 2 സാധാരണയിൽ നിന്ന് പിന്നെ സാധാരണ മീറ്റിങ്ങുകളെക്കാളും എക്സെപ്റ്റ് ചെയ്യുന്ന 2 കാര്യങ്ങൾ. ദ പവർ ടു കണ്ടക്ട് എലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി, അതായത് മാനേജിങ് കമ്മിറ്റിയുടെ ഇലക്ഷൻ നടത്താൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ദ പവർ ടു ഓൾട്ടർ എനി പ്രൊവിഷൻ ഇൻ ദ ബൈലോസ് റിലേറ്റിംഗ് ടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പവേഴ്സ്. സ്വന്തം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പവേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള പ്രൊവിഷൻ വെച്ചിട്ടുള്ള ബൈലോ ചേഞ്ചിങ്ങും നടത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ദ പവർ ടു ഓൾട്ടർ എനി പ്രൊവിഷൻ, പവർ ടു ഓൾട്ടർ എനി പ്രൊവിഷൻ ഇൻ ദ ബൈലോസ് റിലേറ്റിംഗ് ടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പവേഴ്സ്. ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പവേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള, കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള, പവേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓൾട്ടറേഷൻസ് ഒന്നും നടത്താൻ പറ്റില്ല. ബാക്കി തരത്തിലുള്ള അമെൻമെൻറ്റ്സ് ഒക്കെ നടത്താമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രധാനപ്പെട്ടതാണ്. പിന്നെ മാക്സിമം മിനിമം നമ്മൾ പറഞ്ഞു അല്ലേ. ടോട്ടൽ നമ്പർ, അതായത് ടോട്ടൽ നമ്പറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മെമ്പേഴ്സ് ഡസ് നോട്ട് എക്സീഡ് 2500 നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി ഡസ് നോട്ട് എക്സീഡ് 2500 ആണെങ്കിൽ എത്ര ആൾക്കാരെ എടുക്കാം? 50 പേരേനെ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിൽ പരിഗണിക്കാം. ഓക്കെ, ഇനി ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഈസ് എബവ് 2500 കൂടുതലുമാണ്, പിന്നെ 10,000-ൽ കുറവാണെന്ന് വിചാരിക്കുക. ബട്ട് ബിലോ, അതായത് ആ ഒരു റേഞ്ചിൻ്റെ ഇടയിൽ 2500-നും 10,000-നും ഇടയിലാണെങ്കിൽ 200 പേരേനെ. മറ്റെല്ലാ കേസസിലും, അതായത് 10,000-ൽ കൂടുതലാണെങ്കിൽ 500 പേരേനെ. അതാണ് പറയുന്നത് കേട്ടോ. അതാണ് മിനിമം 50, മാക്സിമം 500. അപ്പോൾ ആ ഒരു കോട്ട് പഠിച്ചിരിക്കണം. 2500 താഴെയാണെങ്കിൽ എത്ര? 50. ഈ 2500-നും 10,000-നും ഉള്ളിലാണെങ്കിൽ 200, 10,000-ന് മുകളിൽ അല്ലെങ്കിൽ ഓൾ അതർ കേസസിലാണെങ്കിൽ 500. അപ്പം അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഫിക്സ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിക്കുള്ള ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ 1 in 5 years തന്നെയാണ് അവരുടെ കാലാവധിയൊക്കെ പറയണത് കേട്ടോ. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ടതാണ് സെക്ഷൻ 27 സബ്സെക്ഷൻ 2 റൂൾ 34 റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയുടെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള സെക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 95-ാമത്തെ ചോദ്യം. ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഷോൾ കണ്ടക്ട് ഇലക്ഷൻ ടു ദ ഓപ്ഷൻ എ മാനേജിംഗ് കമ്മിറ്റി, ഓപ്ഷൻ ബി റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി, ഓപ്ഷൻ സി ഓഫീസ് ബെയറേഴ്സ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. അപ്പോൾ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ഓൾ ഓഫ് ദീസ് ആണ് അല്ലേ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ആരുടെയൊക്കെ ഇലക്ഷനാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്നാണ്. മാനേജിംഗ് കമ്മിറ്റിയുടെയും റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയുടെയും ഓഫീസ് ബെയറേഴ്സിൻ്റെയും എല്ലാം ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള സെക്ഷനാണ് 28B-യും റൂള് 35B-യും. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? സെക്ഷൻ 28B-യും റൂള് 35B-യും. അപ്പോൾ ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആരാണ്? ഗവൺമെൻറ് ആണ് കേട്ടോ. കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് ഗവൺമെൻറ് ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 28B ഒന്ന് നോക്കാം. 28B പറയുന്നുണ്ട് ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ, ഗസറ്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. എന്തിനു വേണ്ടി? ഡയറക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ദ പ്രിപ്പറേഷൻ ഓഫ് ഇലക്ട്രൽ റൂൾസ് ഉണ്ടാക്കാനും ആൻഡ് ഫോർ കണ്ടക്ട് ഓഫ് ഓൾ എലക്ഷൻ, എല്ലാ എലക്ഷൻസും ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻക്ലൂഡിംഗ് എലക്ഷൻ ടു ദ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ആൻഡ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി. പ്രത്യേകം ഇപ്പോൾ അമെൻഡ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ എലക്ഷൻ എന്നും കൂടി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്ലോസ് നിങ്ങൾ ഓർത്തിരിക്കുക. പണ്ടത്തെ പോലെയല്ല, SCUവിൻ്റെയും CCUടെയും എലക്ഷൻ ആര് തന്നെയാണ് നടത്തേണ്ടതെന്നാണ് പറഞ്ഞത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഡ്യൂട്ടിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനിൽ നോട്ട് മോർ ദാൻ 3 മെമ്പേഴ്സാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 among them ഷോൾ ബി സ്റ്റേറ്റ് ചീഫ്.
ചീഫായിരിക്കും ഒരാൾ കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ, മറ്റ് 2 പേര് വെറും സാധാ കമ്മീഷണേഴ്സ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ് ചീഫ് കമ്മീഷണറുടെ റാങ്ക് പറയുന്നത് സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ആണ്. അവിടെയും ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. ഈ സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ലോ ഡിപ്പാർട്ട്മെൻറ്റും ഒന്ന് ഓർത്തിരിക്കുക. ബാക്കിയുള്ള കമ്മീഷണേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോർപ്പറേഷനിലെ ഓഫീസേഴ്സ് ആയിരിക്കും. എങ്ങനെ? നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അഡീഷണൽ രജിസ്ട്രാർ തസ്തികയിൽ കുറയാത്ത ആൾക്കാരായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ഓർത്തിരിക്കുക. പിന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ രജിസ്ട്രാറുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം ആൾട്ടർ ചെയ്യും, റിവൈസ് ചെയ്യും, മാക്സിമം എത്ര വേണം, മിനിമം എത്ര വേണം, ഇലക്ഷൻ എക്സ്പെൻസസ് സ്പെൻഡ് ചെയ്യുന്നത് എന്നൊക്കെ തീരുമാനിക്കും. ഓക്കെ, അതിനൊരു സ്പെഷ്യൽ ഓർഡർ അല്ലെങ്കിൽ ജനറൽ ഓർഡർ പുറപ്പെടുവിക്കുമെന്നാണ് പറയണത്. ഇലക്ഷൻ കമ്മീഷനാണ് ഫിക്സ് ചെയ്യുക ഫീസ്, കോസ്റ്റ്, ഇലക്ഷൻ പ്രോസസ്സിന്, അതായത് ഇത് എന്തൊക്കെ റൂൾസ് വേണം, പേയ്മെൻറ്റ് ഓഫ് ഇലക്ഷൻ ഫീ എത്രയാണ്, അതൊക്കെ തീരുമാനിക്കും വിത്ത് ദ കൺസൾട്ടേഷൻ ഓഫ് ദി രജിസ്ട്രാറുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം. ഓക്കെ, അപ്പോൾ അത് പ്രധാനപ്പെട്ടതാണ്, ഓർത്തിരിക്കണം. പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റൂളാണ് 35B. അപ്പോൾ റൂൾ 35Bയിൽ എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. 35B സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ് റൂളുമായി ബന്ധപ്പെട്ടത്. അതിലും പറയുന്നുണ്ട് ഗവൺമെൻറ്റാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സെക്രട്ടറീനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ്റെ സെക്രട്ടറി ആരായിരിക്കണം? ഹു ഷാൾ ബി ആൻ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ജോയിൻറ്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് കേട്ടോ. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലെ ജോയിൻറ്റ് രജിസ്ട്രാറിന് നോട്ട് ബിലോ കുറയാത്ത ആളായിരിക്കണം ആര്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കേണ്ടത്. ഹു ഷാൾ ബി ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദ കമ്മീഷൻ എന്നും പറയുന്നുണ്ട്. അദ്ദേഹമാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദ കമ്മീഷൻ എന്നും പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് നമ്മൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനുമായി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 96th question. Net profit of a cooperative society shall be utilized for giving. Option A, dividend to members. Option B, bonus to employees. Option C, bonus to members. Option D, both A and C എന്നതാണ് ഓപ്ഷൻ. അപ്പോൾ both A and C എന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഡിവിഡൻഡ് ടു മെമ്പേഴ്സും ബോണസ് ടു മെമ്പേഴ്സുമാണ് കൊടുക്കുന്നത്. കാരണം ബോണസ് ടു എംപ്ലോയീസ് അല്ലല്ലോ, ബോണസ് ടു എംപ്ലോയീസ് അല്ല നെറ്റ് പ്രോഫിറ്റ്. ഡിവിഡൻഡ് ടു മെമ്പേഴ്സും ബോണസ് ടു മെമ്പേഴ്സും കൊടുക്കാനാണ് നെറ്റ് പ്രോഫിറ്റ് ഉപയോഗിക്കുന്നത്, നെറ്റ് പ്രോഫിറ്റ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അതിന് മാത്രമല്ല വേറെയും പർപ്പസസ് ഉണ്ട് അല്ലേ. അപ്പോൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡിസ്പോസലുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? സെക്ഷൻ 56 ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്. ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് പ്രോപ്പർട്ടീസ് ആൻഡ് ഫണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നത്. സെക്ഷൻ 55 മുതൽ 62 വരെയാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. 7ാമത്തെ ചാപ്റ്ററാണ് വരുന്നത്. അതായത് പ്രോപ്പർട്ടീസ് ആൻഡ് ഫണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി സെക്ഷൻ 55 to 62 വരെയാണ് വരുന്നത്. അതിൽ 55 പറയുന്നത് ഫണ്ട്സ് നോട്ട് ടു ബി ഡിവൈഡഡ് ആണ്. ഫണ്ട്സ് നോട്ട് ടു ബി ഡിവൈഡഡ് എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് സെക്ഷൻ 56 ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഷാൾ ബി പെയ്ഡ് ബൈ വേ ഓഫ് ബോണസ് ഓർ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. പിന്നീട് സൊസൈറ്റി എന്തെല്ലാം ചെയ്യണം നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് റിസർവ് ഫണ്ടിൻ്റെ നോട്ട് ലെസ് ദാൻ 15% മാറ്റിവെക്കണം. നോട്ട് ലെസ് ദാൻ 15% ആസ് റിസർവ് ഫണ്ടായി മാറ്റിവെക്കണം. രണ്ടാമത്, ഇതൊക്കെ നിർബന്ധമായി മാറ്റിവെക്കേണ്ടതാണ് കേട്ടോ, നിർബന്ധമായിട്ട് സ്റ്റാറ്റ്യൂട്ട് പ്രകാരം മാറ്റിവെക്കേണ്ടതാണ്. ഓക്കെ, അപ്പം അത് പ്രധാനപ്പെട്ടതാണ്. സ്റ്റാറ്റ്യൂട്ട് പ്രകാരം മാറ്റിവെക്കേണ്ടതാണ് ഈ 4 കോർപ്പറേഷൻ എഡ്യൂക്കേഷൻ ഫണ്ട് മാറ്റിവെക്കണം, നോട്ട് എക്സീഡ് 5%. 5%ൽ കുറയാത്ത രീതിയിലുള്ള കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് മാറ്റിവെക്കണം. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞാൽ കോപ്പറേറ്റീവിൻ്റെ മെമ്പർ റിലീഫ് ഫണ്ട് മാറ്റിവെക്കണം. 10% പറയുന്നത്. കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട് പറയുന്നത് 10% മാറ്റിവെക്കണം. പിന്നെ 4ാമത്തെ, അതായത് ഡി ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഇത് 1, 2, 3, 4 എന്നല്ല, ശരിക്കും ABCD എന്ന് പറഞ്ഞിട്ടാണ് ലോല് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് ഉണ്ടായിരുന്നില്ല, തൊട്ട് താഴെയാണ് കിടന്നിരുന്നത്. സ്റ്റാറ്റ്യൂട്ടറി പിന്നെ ആയിട്ട് മാറ്റി വെക്കേണ്ടതിൽ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് ആദ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അമെൻമെൻറ്റിൽ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് 5% നിർബന്ധമായി മാറ്റി വെക്കണമെന്ന് 56 D ആയി കൂട്ടിച്ചേർത്തു കേട്ടോ. 56 D ആയിട്ട് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട്
വേണം എന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അത് പ്രത്യേകം ഓർത്തിരിക്കണം. 5% പെർസെൻറ്റേജിനൊന്നും മാറ്റില്ല. അത് താഴെ നിന്ന് മുകളിലേക്ക് കയറിയെന്ന് മാത്രമേ ഉള്ളൂ. നിർബന്ധിതമായി മാറ്റി വെക്കേണ്ടതിൽ മാറി. അതെല്ലാം കഴിഞ്ഞ് ഈ ബാലൻസ്, ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യണം താഴെ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ടു മെമ്പേഴ്സ് ഓൺ ദെയർ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ അറ്റ് സച്ച് റേറ്റ് നോട്ട് എക്സീഡിങ് 25% ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്സ് ടു മെമ്പേഴ്സ് ഓൺ ദെയർ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ അറ്റ് സച്ച് റേറ്റ് നോട്ട് എക്സീഡിങ് 25%. 25% കുറയാത്ത രീതിയിലാണ് മാറ്റിവെക്കുക പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്. അത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓഫ് ബോണസിനെ കുറിച്ച് പറയുന്നുണ്ട്. പേയ്മെൻറ്റ് ഓഫ് ബോണസ് ടു മെമ്പേഴ്സ് ഓൺ ദ എമൗണ്ട് ഓർ വോളിയം ഓഫ് ബിസിനസ് ഡൺ ബൈ ദം വിത്ത് ദ സൊസൈറ്റി. ബോണസ് കൊടുക്കുന്നത് അവർ സൊസൈറ്റിയുമായിട്ട് എന്ത് വോളിയം ബിസിനസ്സാണ് നടത്തിയത് അത് ആണ് പ്രകാരമാണ്. ടു ദ എക്സ്റ്റെൻഡ് ആൻഡ് ഇൻ മാനർ സ്പെസിഫൈഡ് ഇൻ ദ ബൈലോയിൽ പറഞ്ഞിട്ടുണ്ടാവും പേയ്മെൻറ്റ് ഓഫ് ബോണസ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ ആ ഒരു രീതിയിലാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് പറയുന്നത്, അപ്പോൾ അത് ഓർത്തിരിക്കണം. പിന്നെ 7% അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് മാറ്റിവെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 7% അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് മാറ്റിവെക്കണം. പിന്നെ ഡൊണേഷൻസ് 10% കൂടാത്ത നോട്ട് എക്സീഡിങ് 10% ഡൊണേഷൻസ് നെറ്റ് പ്രോഫിറ്റ്സിൽ നിന്ന് ചാരിറ്റബിൾ പർപ്പസിന് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അത് സെക്ഷൻ 2 ഓഫ് ദ ചാരിറ്റബിൾ എൻഡോവ്മെൻറ്റ് ആക്ട് പ്രകാരമാണ് പറയുന്നത്. ബാലൻസ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് മറ്റു പല ആവശ്യങ്ങൾക്കും, ബൈലോയിൽ പറഞ്ഞിട്ടുള്ള മറ്റു പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം. എക്സെപ്റ്റ് ഫോർ പേയ്മെൻറ്റ് ഓഫ് ബോണസ് ടു എംപ്ലോയീസ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്തിനൊഴികെ? പേയ്മെൻറ്റ് ഓഫ് ബോണസ് ടു എംപ്ലോയീസിന് പേയ്മെൻറ്റ് കൊടുക്കുക, ബോണസ് കൊടുക്കുന്നതിനൊഴികെയുള്ള മറ്റെന്ത് കാര്യങ്ങൾക്കും ബാക്കിയുള്ള തുക പിന്നെ ഉപയോഗിക്കാം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഉത്തരം കറക്റ്റായിട്ട് ബോണസ് ടു എംപ്ലോയീസ് എന്ന് തന്നെ വന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റേഷ്യോസ് ഒക്കെ നമുക്ക് ഒന്നും കൂടി പറയാമല്ലേ. അതായത് 56-ൽ 1A പറയുന്നത് റിസർവ് ഫണ്ട് നോട്ട് ലെസ് ദാൻ 15% മാറ്റിവെക്കണം. പിന്നെ 56-ൽ 1B ആയിട്ടാണ് പറയുന്നത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് നോട്ട് എക്സീഡ് 5%. 56-ൽ 1C ആയിട്ട് പറയുന്നത് 10% കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ടായിട്ട് മാറ്റിവെക്കണം. പിന്നെ 56-ൽ D ഇപ്പോൾ കൂട്ടിച്ചേർത്തതാണ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് 5% ആയിട്ട് മാറ്റിവെക്കണം എന്നത്. ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാം ഓൺ ദ ബേസിസ് ഓഫ് ദെയർ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ അറ്റ് ഏതു റേറ്റിൽ നോട്ട് എക്സീഡിങ് 25% ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. പേയ്മെൻറ്റ് പിന്നെ ചെയ്യാവുന്നത് പേയ്മെൻറ്റ് ഓഫ് ബോണസ് ടു മെമ്പേഴ്സ് ആണ് ഓൺ ദ വോളിയം ഓഫ് ബിസിനസ് ഡൺ ബൈ ദം വിത്ത് ദ സൊസൈറ്റി. പിന്നെ മാത്രമല്ല അത് ഏത് രീതിയിലായിരിക്കണം? മാനർ സ്പെസിഫൈഡ് ഇൻ ദ ബൈലോ ആയിരിക്കണം. പിന്നീട് 7% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ടു അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഡൊണേഷൻസിൻ്റെ കുറിച്ച് പറയുന്നുണ്ട്. ഡൊണേഷൻസ് നോട്ട് എക്സീഡിങ് 10% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ഫോർ എനി ചാരിറ്റബിൾ പർപ്പസ് കൊടുക്കാം. അതുമായി ബന്ധപ്പെട്ടത് സെക്ഷൻ 2 ഓഫ് ദ ചാരിറ്റബിൾ എൻഡോവ്മെൻറ്റ് ആക്ട് ആണ്. 1890 ആക്ട് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം മറ്റേത് കാര്യങ്ങൾക്കും ഒഴികെ, അതായത് ബൈലോയിൽ പറഞ്ഞിട്ടുള്ള മറ്റേത് കാര്യങ്ങൾക്കും ഉപയോഗിക്കാം എക്സെപ്റ്റ് ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ബോണസ് ടു എംപ്ലോയീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു 56-ാമത്തെ സെക്ഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷനാണ്, അതുകൊണ്ട് നിങ്ങളത് നന്നായി ഓർത്ത് വെച്ച് പഠിക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. 97th question. It shall be the statutory duty of dash to get the accounts of cooperative society audited at least once in a year. ഓപ്ഷൻ എ പറയുന്നത് ജനറൽ ബോഡിയാണ്. ഓപ്ഷൻ ഡി മാനേജിംഗ് കമ്മിറ്റി. ഓപ്ഷൻ സി പ്രസിഡന്റ്. ഓപ്ഷൻ ഡി DCA. ആരുടെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടിയാണ് ഓഡിറ്റ് ചെയ്യേണ്ടത്? മാനേജിംഗ് കമ്മിറ്റിയുടെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടിയാണ് ഓഡിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് പ്രധാനമായിട്ട് ഓർത്ത് വയ്ക്കുക. ദ പെയ്ഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഹു ഈസ് എ മെമ്പർ ഓഫ് ദ മാനേജിംഗ് കമ്മിറ്റിയാണ് മാനേജിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞത്. ഫ്രം 14/2/2013 തൊട്ടാണ് ഇറ്റ് ഷോൾ ബി ദ ഡ്യൂട്ടി ഓഫ് ദ മാനേജിംഗ് കമ്മിറ്റി ടു കോസ് ദ ഓഡിറ്റ് ദ അക്കൗണ്ട്സ് ഓഫ് എവറി സൊസൈറ്റി അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എവറി ഇയർ. It shall be the duty of the managing committee of every society to ensure the accuracy of financial and other statutory statement. പിന്നെ അതുപോലെ തന്നെ മാനേജിംഗ് കമ്മിറ്റി ഷാൾ കണ്ടക്ട് സ്പെഷ്യൽ ജനറൽ ബോഡി വിത്തിൻ 1 month ഫ്രം ദ ഡേറ്റ് ഓഫ്
requisition in writing form 1/5 of the total number of members of the society. സ്പെഷ്യൽ ജനറൽ ബോഡി കണ്ടക്ട് ചെയ്യേണ്ടതും മാനേജിങ് കമ്മിറ്റിയുടെ ഡ്യൂട്ടി ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ മാനേജിങ് കമ്മിറ്റിയുടെ ക്വസ്റ്റ്യൻ ധാരാളമായിട്ട് കടന്നു വരുന്നുണ്ട്. സോ മാനേജിങ് കമ്മിറ്റിയുടെ കാര്യം നമ്മൾ വ്യക്തമായി പഠിച്ചിരിക്കണം. മാനേജിങ് കമ്മിറ്റിയുടെ കോറത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ജസ്റ്റ് അബവ് 50% ആണ്. 28 സബ്സെക്ഷൻ 5 പറയുന്നത്. മാനേജിങ് കമ്മിറ്റിയെ ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ കുറേ വരുന്നുണ്ട് അല്ലേ. പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി ഓർ ആൻ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന് മാനേജിങ് കമ്മിറ്റിയിൽ സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. ഒരു സീറ്റ് കേട്ടോ, ഒരു സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കണം. പിന്നെ മാനേജിങ് കമ്മിറ്റി റെക്ടിഫൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിഫക്ട്സ് എല്ലാം ഓഡിറ്റ് സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും ഡിഫക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാനേജിങ് കമ്മിറ്റിക്ക് ഓഡിറ്റ് തീരുമാനം എടുക്കണം. അതിനുശേഷം ഈ റെക്ടിഫിക്കേഷൻസ് ഒക്കെ എന്ത് ചെയ്യണം, ഡിഫക്ട്സ് ഒക്കെ റെക്ടിഫൈ ചെയ്യണം. എന്നിട്ട് ഈ റെക്ടിഫിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം DCAക്ക് മുമ്പിൽ അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഒക്കെ പറയുന്നത് മാനേജിങ് കമ്മിറ്റിയുടെ ജോലിയായിട്ടാണ് പറയുന്നത്. പിന്നെ ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മാനേജിങ് കമ്മിറ്റി ടു സബ്മിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഭാഗത്ത് ചോദിച്ചാണ്. അപ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്നുണ്ട് മാനേജിങ് കമ്മിറ്റിയുടെ ഡ്യൂട്ടീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ മാനേജിങ് കമ്മിറ്റിയുടെ എല്ലാ തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയും ഓർത്തിരിക്കുക. സെക്ഷൻ 28 മാനേജിങ് കമ്മിറ്റിയായി ബന്ധപ്പെട്ടിട്ട് പറയുന്ന സെക്ഷൻ കേട്ടോ. സെക്ഷൻ 28. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. 98ാമത്തെ ചോദ്യം. ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഷാൾ ബി ഓഡിറ്റഡ് ബൈ. ഓപ്ഷൻ എ ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സ്, ഓപ്ഷൻ ബി ഓഡിറ്റേഴ്സ് ഓഫ് RBI, ഓപ്ഷൻ സി ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഓപ്ഷൻ ഡി റിട്ടയേർഡ് ഓഡിറ്റേഴ്സ്. ആരാണ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഫ് നമ്മുടെ കേരള ബാങ്കിൻ്റെ ചെയ്യുന്നത്? ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാരാണ് കേട്ടോ. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാരാണ് എന്ത് ചെയ്യുന്നത്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നറിയപ്പെടുന്ന, നമ്മുടെ ഇപ്പോൾ എന്താ അറിയപ്പെടുന്ന കേരള ബാങ്ക് എന്നറിയപ്പെടുന്ന അവരുടെ അക്കൗണ്ട്സൊക്കെ ഓഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 99 ക്വസ്റ്റ്യൻ ആണ്. ആസ് പെർ സെക്ഷൻ 28AA പ്രകാരം ഓഫ് KCS ആക്ട് ഇൻ ദ കമ്മിറ്റീസ് ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ദീസ് ഷാൾ ബി റിസർവ്ഡ് നോട്ട് ലെസ് ദാൻ എത്ര സീറ്റ് കേട്ടോ ഡാഷ് സീറ്റ്സ് ഇൻ ദ കമ്മിറ്റി ഓഫ് സച്ച് ബാങ്ക്സ് ഫോർ മെമ്പർ ഹു പൊസസ് എക്സ്പീരിയൻസ് ഇൻ ബാങ്കിങ് ഓർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ. അപ്പോൾ എത്ര പേരാണ് ബാങ്കിങ് ആൻഡ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളത് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ മാനേജിങ് കമ്മിറ്റിയിൽ കേട്ടോ? 2 പേരാണ്. ഓപ്ഷൻ എ 3 കൊടുത്തിട്ടുണ്ട്, 2 കൊടുത്തിട്ടുണ്ട്, 1 കൊടുത്തിട്ടുണ്ട്, 4 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പേരാണ് അർബൻ ബാങ്കിൽ ബാങ്കിങ് ഓർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ള 2 പേരെയാണ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, മാക്സിമം നമ്പർ ഓഫ് ഗവൺമെൻറ് നോമിനീസ് 2 പറയുന്നത്. 2 ഫങ്ഷണൽ ഡയറക്ടേഴ്സ് വിത്ത് എക്സ്പീരിയൻസ് ഓർ സ്പെഷ്യലൈസേഷൻ ഷാൾ ബി കോപ്റ്റ് ചെയ്യാൻ പറ്റും മാനേജിങ് കമ്മിറ്റി മെമ്പേഴ്സായിട്ട്. മാനേജിങ് കമ്മിറ്റിയിൽ അർബൻ ബാങ്കിൽ കൺസിസ്റ്റ് ഓഫ് നോട്ട് ലെസ് ദാൻ 2 എന്നാണ് പറയുന്നത് കേട്ടോ. പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയ പേഴ്സൺസ് ആയിട്ടുള്ള നോട്ട് ലെസ് ദാൻ 2 ആൾക്കാരെ നമുക്ക് ഉൾപ്പെടുത്താമെന്നാണ് പറയുന്നത്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കാര്യമാണ്, അത് പ്രത്യേകം ഓർത്തു വയ്ക്കണം. ഓക്കെ, അടുത്ത ചോദ്യം. ഓൺ ഡിസ്പ്യൂട്ട്സ് റിഫേർഡ് ടു കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഇറ്റ് ഷാൾ പാസ് ആൻ അവാർഡ് വിത്തിൻ. ഓപ്ഷൻ എ 1 ഇയർ, ഓപ്ഷൻ ബി 2 ഇയേഴ്സ്, ഓപ്ഷൻ സി 3 ഇയേഴ്സ്, ഓപ്ഷൻ ഡി നോ ടൈം ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിസ്പ്യൂട്ട്സ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് പാസ് ചെയ്യുന്നത് 1 ഇയർ ആണ് കേട്ടോ. അപ്പോൾ 1 ഇയർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.